ഇത്രയും അവാർഡ് നേടുമ്പോൾ ബെന്യാമിനോട് പറയാനുള്ളത് എന്താണ്? നമ്മൾ ചില അവാർഡുകളൊക്കെ നമ്മൾ വളരെ ഡെഫിനറ്റായിട്ട് നമ്മൾ ഈ സിനിമയെ അവാർഡിന് അയക്കുമ്പോൾ നമ്മൾ പറയാറുള്ളതാണ്, ഏറ്റവും ഡെഫിനറ്റായിട്ട് കിട്ടുന്ന 2 അവാർഡുകൾ നമ്മൾ പറഞ്ഞിരുന്നത്, ഒന്ന് കഥയ്ക്ക് ബെന്യാമിനും സംഗീതം മ്യൂസിക് AR റഹ്മാനും എന്നുള്ളത് യാതൊരു മാറ്റവുമില്ലാതെ എല്ലാവരും സംസാരിച്ചിരുന്നൊരു കാര്യമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇത് രണ്ടും പരിഗണിക്കപ്പെട്ടില്ല എന്ന് പറയുന്നത് ഒരു വലിയൊരു നോവായിട്ട് മനസ്സിൽ കരുതുകയാണ്. ഇതിപ്പോൾ താങ്കളുടെ ഈ ഒരുപാട് സിനിമകൾ അതിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് തീർച്ചയായിട്ടും താങ്കളുടെ മാത്രമല്ല, പക്ഷേ താങ്കളുടെ ഗുരുക്കന്മാരുടെയൊക്കെ ഉപദേശങ്ങളും അതെല്ലാം താങ്കൾ അങ്ങനെ ഉള്ള ഒരാളാണെന്ന് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരാൾ കൂടിയാണ്. അതിൽ നിന്നുകൊണ്ടാണ് ആടുജീവിതം എന്ന് പറയുന്നൊരു സിനിമ ഒരുക്കാനുള്ളൊരു ധൈര്യം, തീർച്ചയായിട്ടും ഒരു ധൈര്യം താങ്കൾക്ക് കിട്ടിയതെന്ന് എനിക്കറിയാം. എങ്കിലും ഈ ആടുജീവിതം വർഷങ്ങൾ നീണ്ട ഒരു തപസ്യ, അതിനുശേഷം ആടുജീവിതം യാഥാർത്ഥ്യമാക്കിയപ്പോൾ ബ്ലസ്സി എന്ന സംവിധായകൻ പുതുതായി എന്തെങ്കിലും അതിൽ നിന്ന് മനസ്സിലാക്കിയോ, പഠിച്ചോ? ആ പാഠങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പകർന്നു നൽകാം. പുതിയതായി പഠിച്ചത് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റല്ല, അതിനേക്കാൾ കൂടുതലായിട്ട് ജീവിതത്തിൽ അനുഭവത്തിൻ്റെ ഒരു സാക്ഷ്യമായിട്ട് പറയുകയാണെങ്കിൽ, ജീവിതത്തിൽ നമ്മൾ എന്താ പറയുക, പെട്ടെന്ന് ജീവിതത്തിനെ മടുക്കുകയും തളർന്നു പോവുകയും നിരാശപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ട്. ചെറിയ ചെറിയ പരാജയങ്ങളിൽ അല്ലെങ്കിൽ എളുപ്പം കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോൾ, വീഴ്ചകൾ സംഭവിക്കുമ്പോഴൊക്കെ നമുക്കിനിയും ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല, ഇതായിരിക്കും എൻ്റെ അവസാനം, ഇതോടുകൂടി ഞാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാർ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു തലമുറയായിട്ട് നമുക്ക്, എന്നുവെച്ചാൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജോലിയുടെ ഭാരം കൊണ്ടുണ്ടാകുന്ന ഡിപ്രഷൻസ്, അങ്ങനെ പലതരത്തിലുള്ള ഒരു ഈ തലമുറയിൽ ഏറ്റവും അധികം ബാധിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യം തന്നെ. അവിടെ ആണ് ഒരുപാട് നമുക്ക് തകർന്നു പോകാവുന്ന, ഒരിക്കലും മുന്നോട്ട് ഇനി ഈ സിനിമ ഉണ്ടാകില്ല, അല്ല ജീവിതം തന്നെ ഉണ്ടാവില്ല, ആയുസ് ഉണ്ടാവില്ല, ഈ സിനിമ തീരുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോകുന്നവരെ വിചാരിച്ചിട്ടുള്ള അവസ്ഥകളുണ്ട്. അപ്പോൾ അവിടെയും ഇപ്പം കോവിഡിൻ്റെ സമയത്ത് അവിടെ നമ്മൾ നിൽക്കുന്ന സമയത്തും എല്ലാവർക്കും നാട്ടിലേക്ക് പോകണം എന്നുള്ള, അല്ലെങ്കിൽ വീട്ടിലേക്ക് ഇനി എന്ന് വെച്ചാൽ ഒരു ഫ്ലൈറ്റില്ല, ഇനി ഫ്ലൈറ്റ് ഉണ്ടാകുമോ, അതോ ഇതാണോ ഭൂമിയുടെ അവസാനം എന്നൊക്കെ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസാനം എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട് പലർക്കും. അപ്പോൾ അപ്പോഴും ഞാൻ പറയുമായിരുന്നു, ഇത് ഷൂട്ട് ചെയ്യാതെ ഇവിടെ മരിച്ചാലും എനിക്ക് ഈ സിനിമ ഷൂട്ട് ചെയ്യണം. കാരണം അത്ര വലിയ കമ്മിറ്റ്മെൻറ്റാണ് എനിക്ക് എൻ്റെ തലയിലുള്ളത്, എൻ്റെ സാമ്പത്തികമായിട്ടുള്ളതും മറ്റെല്ലാ തരത്തിലുമുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്. അപ്പം ജീവിതം അവസാനിക്കുന്നില്ല, ജീവിതത്തിനെ ഒരിക്കലും അങ്ങനെ അവസാനിക്കാൻ വിട്ടുകൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു മോഹം എന്ന് പറയേണ്ടതാണ്. മോഹമല്ല, അതിലേക്ക് എത്തുവാനായിട്ടുള്ളൊരു വലിയൊരു പ്രയത്നം, അത് നഷ്ടപ്പെടുത്തരുത്, ജീവിതത്തിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ ഈ സിനിമയുടെ ഒരു പ്രൊമോഷന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ളതും ഒരു ഹോപ്പ് സോങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നതിനെയൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ളൊരു അധ്വാനമാണ് നമുക്ക് ആവശ്യം, പ്രതീക്ഷയാണ് ആവശ്യം. അവിടെ നമുക്ക് ഏറ്റവും നമ്മളെ തുണയായിരിക്കുന്നത് അദൃശ്യനായ ഒരു ഈശ്വരനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആ വിശ്വാസമുള്ളവർക്കും ഇല്ലാത്തവർക്കും ജീവിതത്തിൽ പ്രതീക്ഷ അവസാന നിമിഷം വരെ ഉണ്ടാകണം എന്നുള്ള ഇതാണ് എനിക്ക് ഈ സിനിമയിൽ നിന്ന് പറയാനുള്ളത്. ഇതൊരു അതിജീവനത്തിൻ്റെ കഥയാണ്. അത് ആ അതിജീവനത്തിനെ എല്ലാ തരത്തിലും അനുഭവിച്ച് അതിനെ ഒരു പൂർണ്ണതയിലേക്ക്, ഞാൻ സക്സസ് എന്ന് പറയാൻ എനിക്ക് പറ്റില്ല, കാരണം വിജയത്തിൻ്റെ മാനദണ്ഡങ്ങൾ പലതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ ഒരു 10 വർഷക്കാലം.